ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൽ കണ്ടസ്റ്റൻസിന് 7ൻ്റെ പണി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പണിയെല്ലാം കൂടെ ബിഗ് ബോസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള കണ്ടസ്റ്റൻസ്. എന്ത് കണ്ടസ്റ്റൻസ് ആണ് അതൊക്കെ എന്ന് വെച്ചാൽ ആർക്കും ബിഗ് ബോസിനെ പോലും പേടിയില്ല, ഒരു റൂൾസ് പോലും ഒബേ ചെയ്യണമെന്നുള്ള ഒരു സിവിക് സെൻസ് ഇല്ല. നെവിൻ വളരെ പക്വതയില്ലാത്ത ഒരുമാതിരി കൊച്ചു പിള്ളേരില്ല, എൻ്റെ കട്ടർ എടുത്തുകൊണ്ട് പോയി പെൻസിൽ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്ന പോലത്തെ കേസിനൊക്കെയാണ് അവൻ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ട് ഇറങ്ങിപ്പോയത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും പാർട്ടിസിപ്പൻസ് ഓഡിഷന് ക്ലിയർ ചെയ്ത് വന്നതിനകത്ത് ആ 20-നകത്തൊരു ആളായിട്ട് വേറൊരു പാർട്ടിസിപ്പൻറ്റിൻ്റെ ചാൻസാണ് പുള്ളിക്കാരൻ കളഞ്ഞത്. എന്നിട്ട് ഒരു വാല്യൂ ഇല്ലാത്ത പോലെയാണ് അതിന് ഇറങ്ങിപ്പോയത്. കാരണം ഇപ്പം നോറ അതുപോലത്തെ ഒരു പ്രൊവോക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ കളിച്ച് തോൽപ്പിച്ച് കാണിക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് എവിക്റ്റ് ആവട്ടെ എന്നുള്ള രീതിയിലൊക്കെ അത് പറഞ്ഞു തീർപ്പാക്കേണ്ട ഒരു കേസ്, ജിസേലിൻ്റെ ഒരു കേസ് വന്നപ്പോഴത്തേക്ക് ആവശ്യമില്ലാതെ വള്ളി പിടിച്ചിട്ട് പുള്ളിക്കാരനത് ഒരു മൈൻഡ് ഗെയിം ആണെന്ന് നോക്കാതെ ഇറങ്ങി പോകുക എന്ന് പറയുന്നത് വളരെ മെച്യൂരിറ്റി ഇല്ലാത്തൊരു ഏർപ്പാടായിപ്പോയി. അതിൽ നെവിൻ പറഞ്ഞൊരു ഡയലോഗായിരുന്നു, ബിഗ് സീറോ എന്ന് വന്നവനാണ് ഞാൻ, സീറോ ആയിട്ട് തന്നെ പോകാനൊരു മടിയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സീരിയസ്ലി. കാരണം എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി അവന് കിട്ടിയിട്ട് അവനത് വെറും പുല്ല് വില കൊടുത്തൊക്കെ ഇറങ്ങി പോകുന്ന കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ നെഞ്ചിടിച്ചു പോയി. കാരണം എത്രയോ പേര് ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തവരുണ്ട്. ലാലേട്ടൻ പറഞ്ഞാൽ ഒരുപാട് പേരുടെ ഒരു ജീവിതമായിട്ട് കാണുന്ന ഒരു ഷോയിലൊക്കെ വന്നിട്ട് ഒരു പക്വതയില്ലാതെ ഒരു സീരിയസ്നെസ്സും കാണിക്കാതെ എന്താ പറയുക ഒരു ഗെയിമാണെന്ന് പോലും എന്നെ ട്രീറ്റ് ചെയ്യാതെ ഒരു ഗെയിമിനകത്തുണ്ടാകുന്ന ഒരു ടാസ്കിനകത്തുണ്ടാകുന്ന ഇഷ്യൂസിനകത്തൊക്കെ ഒരു പേഴ്സണൽ വെൻഡേറ്റയൊക്കെ എടുത്തിട്ട് അതിനെ പിന്നെ ഒരു പേഴ്സണൽ ഇഷ്യൂ ഒക്കെ എടുത്തിട്ട് പിന്നെ ഇതുപോലെ കരിയർ തുലയ്ക്കുന്ന പോലെയൊക്കെ ഇറങ്ങി പോകുകയെന്ന് പറയുന്നത് സത്യത്തിൽ പുള്ളിക്കാരൻ കാണിച്ചെന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റിന് പറ്റിയ ഒരു ക്യാരക്ടറല്ല. ആരുടെ ഇതിലേക്ക് ഓഡിഷൻ ചെയ്ത് ഇവരെയൊക്കെ എടുത്തതിനകത്ത് പോത്തുപോലെ വളർന്നിട്ടും കുട്ടികളി മാറാത്ത ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ അനിയന്മാരെയൊക്കെ പോലെ നമുക്കൊരു ബ്രദർഹുഡ് ഫീൽ തന്ന ഒരാളായിരുന്നു നെവിൻ. നോറയുടെ പ്രൊവോക്കേഷൻ കണ്ടിട്ടുണ്ടല്ലോ എനിക്ക്. കാരണം ആണാണെങ്കിൽ കാരണം എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസിനകത്ത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു മൈൻഡ് ഗെയിമിൽ ഇത് പരസ്പരം ഹരാസ് ചെയ്യുന്നത്. ഇപ്പം അനുമോളൊക്കെ ഒന്ന് പറഞ്ഞാൽ രണ്ടാമതിന് കരച്ചിൽ. സീരിയലിൽ കാണിക്കുന്ന അഭിനയം തന്നെയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു ജെന്യൂൻ ആയിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ അനുമോളുടെ ഗെയിം സ്ട്രാറ്റജി എന്തോ ആയിക്കോട്ടെ, പുള്ളിക്കാരി ഭയങ്കര ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് പുള്ളിക്കാരി ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. കാരണം ഈ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുമ്പോൾ ഒരു വീട്ടിലൊരാൾ കാണിക്കുന്നതൊക്കെയാണ് പുള്ളിക്കാരി കാണിക്കുന്നത് എന്ന് വെച്ചാൽ ഓക്കെ നമുക്ക് ചിലപ്പോൾ ഡിസ്റ്റർബിങ് ആവാം, നമ്മൾ ഇറിറ്റേറ്റഡ് ആവാം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കരച്ചിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഓവറായിട്ട് അല്ല ഹൈപ്പർ ആക്റ്റീവ് അല്ല ബൈപ്പോളറൊക്കെ ഉള്ള രീതിയിലാണ് പുള്ളിക്കാരി കാണിക്കുന്നത്.